ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നെന്മാറ വേലയുടെ വെട്ടിക്കെട്ടും പൂരവും ആളും വേളും എല്ലാ കാര്യമായിരുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പാലക്കാടിലെ ചില ഗ്രാമീണ ഭംഗി ഒപ്പിയെടുക്കാനായിട്ടാണെന്ന് പറയാം. ഞാൻ ഇതിനു മുന്നേ പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല അതിനെപ്പറ്റി. ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഇവിടെ വന്നപ്പോൾ ഇവിടെ പാടം ഫുള്ള് നെൽവയലും കാര്യവും പച്ചപ്പും മരുതാപയും എല്ലാം ആയിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ അതെല്ലാം പറ്റി ഉണങ്ങി. ഇത്രയും ചൂടത്ത് ആ പച്ചപ്പ് കാണുന്ന ഓർത്തില്ല ഞാൻ സത്യം പറഞ്ഞ. പക്ഷെ അതിനു മുന്നേ ആ ഒരു പച്ചപ്പും കാര്യവും അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗിയും ഇവിടുത്തെ എന്താ പറയുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള കുറേ വിഷ്വലും കാര്യം നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണുമല്ലോ. അതേപോലത്തെ കുറച്ച് കിടിലൻ വിഷ്വൽസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ആ വീഡിയോസ്, അതായത് നേരത്തെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു, ആ ഒരു പച്ചപ്പും കാര്യം ഉള്ള വീഡിയോ എടുത്തായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ പാലക്കാട് വന്ന ദിവസം നൈറ്റ് എൻ്റെ ചെറിയച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. കൊടുങ്ങല്ലൂർ നമ്മളിപ്പോൾ അതിൻ്റെ നേർച്ച പോലെ പോകുമല്ലോ, അതിനു മുന്നേ ഓരോ വീട്ടിൽ ആ നേർച്ച പോകുന്നവരുടെ വീട്ടിൽ വഴിപാട് പോലെ ആ ഒരു വീട്ടിൽ എന്താ പറയുന്ന ഒരു പാട്ടും കുറച്ച് പരിപാടികളും കാര്യമുണ്ട്. ഒരു വഴിപാട് പോലെ ചെയ്യുന്നതാണ്. അത് നടത്തിയിരിക്കണമെന്നാണ് പറഞ്ഞത്. ആ ഒരു വിഷ്വലും കാര്യം ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തായിരുന്നു. എന്തായാലും അത് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പം എന്തായാലും ആദ്യം ഈ ഹരിതാപയും പച്ചപ്പും കാണിക്കണം, അതോ ആ ഒരു കൊടുങ്ങല്ലൂരിലെ വിശേഷം കാണിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും കൊടുങ്ങല്ലൂർ ആ ഒരു നേർച്ച പോകുന്നതിൻ്റെ ആ ഒരു വിശേഷവും പ്രത്യേകതയും അതിൻ്റെ എന്താണ് ആ ഒരു പരിപാടി കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടെ അതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഒത്തിരി സ്ഥലത്ത് അത് കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ആ ഒരു വിശേഷം കണ്ടിട്ട് വേണം. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ പല ക്ഷേത്രങ്ങളെ പറ്റിയും പല കാര്യങ്ങള് നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിലും സംസാരിക്കുകയുണ്ടാവും. അതിൽ പല കാര്യങ്ങളും തെറ്റായിരിക്കാം, ചിലത് ശരിയായിരിക്കാം, ചിലത് അന്ധവിശ്വാസങ്ങളായിരിക്കാം, ചിലത് ഐതിഹ്യങ്ങളായിരിക്കാം. അതിലെ പ്രധാനപ്പെട്ട അമ്പലത്തിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. രണ്ടാമത്തെ അമ്പലമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്, ഇതെല്ലാം ആ ഒരു അമ്പലത്തെ പ്രസിദ്ധമായി കാണിക്കാനുള്ള കുറെ കാര്യങ്ങളാണ്. ഒരു വേറിട്ട് നിൽക്കുന്ന കുറെ ഐതിഹ്യങ്ങളും കുറെ ആചാരാനുഷ്ഠാനങ്ങളും ആ ഒരു അമ്പലത്തെ ചുറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാലക്കാട് യാത്രയിൽ എൻ്റെ ചെറിയച്ഛൻ ഇന്നപോലെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ അവിടെ മീനഭരണിക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അതിന് മുന്നോടിയായി ആ ഒരു ഭരണിക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു നേർച്ച എടുക്കുന്ന ആ ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ചടങ്ങുകൾ കാര്യങ്ങൾ ആ ഒരു ഭരണിക്ക് പോകുന്നതിന് മുന്നേ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ തന്നെ അന്തരീക്ഷം സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കിട്ടിയത്. പക്ഷെ അതിനു മുന്നേ എന്താണ് കൊടുങ്ങല്ലൂർ അമ്മ, എന്താണ് കൊടുങ്ങല്ലൂർ ഭരണി, പിന്നെ ആ ഒരു ഉത്സവം എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് അറിയണം. അതായത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഇന്നത്തെ ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ തെക്ക് മാറി കുരുമ്പ അമ്മ എന്ന പേരിൽ മേൽക്കൂരയില്ലാത്തൊരു പ്രാചീന ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ അമ്മയുടെ ആ ഒരു ദിവ്യ സ്വരൂപം കണ്ട് പരശുരാമൻ 1000 കുടം മദ്യവും അനവധി കോഴികളെയും ബലി കൊടുത്തു എന്നൊരു സങ്കല്പമുണ്ട്. അതായത് പരശുരാമൻ കണ്ടത് ദേവിയെ കാളിയായി ആ ഒരു രൂപത്തിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ള കൊടുങ്ങല്ലൂർ, അതായത് തൃശ്ശൂരിന്റെ ആ ഒരു ഹൃദയഭാഗത്ത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ ഒരു പ്രതിഷ്ഠ ഉള്ളത്. അമ്മയുടെ പ്രശസ്തമായ ഒരു ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. മീനമാസത്തിലാണ് അത് നടക്കുന്നത്. ഒരു കാലത്ത് ദേവീക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പിന്നീട് ബ്രാഹ്മണ മേധാവിത്വത്തിൽ അതിന്റെ ഒരു കീഴിലായി. അതായത് അവിടെ ദ്രാവിഡന്മാർക്കായിരുന്നു മുൻഗണന. പക്ഷെ എന്തുകൊണ്ടോ അവിടെ ബ്രാഹ്മണന്മാർ കൂടുതലായി വന്ന ആ ഒരു മേധാവിത്വം ഏറ്റെടുത്തു. പിന്നീട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ഒരു കൂടിച്ചേരൽ എന്ന രീതിയിലാണ് ആ ഒരു കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നത്. അതുകൂടാതെ ഭരണിക്ക് പോകുന്നതിന് മുന്നേ 7 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് കോഴിക്കല്ലിൽ ചോര വീഴ്ത്തുകയും പിന്നെ വെള്ളത്തിന് പകരം മദ്യം അർപ്പിക്കും ആ ഒരു വഴിപാടും കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി അതൊക്കെ നിരോധിച്ച ആ ഒരു
രീതിയിൽ വന്നപ്പോൾ ആചാരങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും വരികയുണ്ടായി. ഇപ്പൊ നമ്മളിവിടെ അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഭരണിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നടക്കുന്ന ഒരു അത്യാവശ്യമായി നടത്തേണ്ട ഒരു ചടങ്ങാണ്. അപ്പൊ അതിനാണ് വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോ കൊടുങ്ങല്ലൂരിലെ ആ ഒരു വിശേഷവും കാര്യങ്ങളും ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ചടങ്ങും അതെല്ലാം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് പാലക്കാട്ടിലെ പ്രകൃതി ഭംഗിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷ്വൽസ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു നെൽപ്പാടങ്ങളും ഉണ്ടല്ലോ, അത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ എടുത്തപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ പൊന്നെ കിട്ടിലും വിഷ്വൽസ് ആണ്. ആ ഒരു വെയിലിൻ്റെയാണ് കാര്യം. ഇപ്പോൾ 9 മണി ആയേ ഉള്ളൂ. 42 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ചൂട് പാലക്കാടിലെ. നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് ഭയങ്കര ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അവസ്ഥ. പക്ഷെ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പും ആ ഒരു നെൽപ്പാടങ്ങളും ആ ഒരു ഭംഗിയാണ്. പാലക്കാടിലെ ശരിക്കുള്ള ഭംഗി എന്താണെന്ന് അടുത്ത ക്ലിപ്പ് തൊട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. എന്തായാലും ആ ഒരു വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. 44 കഴിഞ്ഞു ഇപ്പോ ചൂട്. പക്ഷെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കൂടിയുള്ള സ്ഥലമാണ് ഈ ഒരു പാലക്കാട് ജില്ല എന്ന് പറയുന്നത്. ഈ ചൂടൊക്കെ മാറി കൃഷി സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും വന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. കിടിലൻ വൈബാണ്. എന്തായാലും ഇതേപോലെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്.